ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നടന്ന പരീക്ഷയുടെ പാർട്ട് 3 76. തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഓപ്ഷൻ എ. ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി. പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. രണ്ട് ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. അടുത്ത് മാത്സ് ആണ്. 5 വർഷം മുൻപ് സാബുവിൻ്റെ വയസ്സ് ഷീലയുടെ വയസ്സിൻ്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട് എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഓപ്ഷൻ ഡി 11. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG എഴുതിയിരിക്കുന്നു എങ്കിൽ ഹെയ്റ്റ് എന്നതിനുള്ള കോഡ്? ഓപ്ഷൻ ഡി 1 - 1/2 × 1/2 + 1/2. ഓപ്ഷൻ എ 1/4. 84. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏതാണ്? ഓപ്ഷൻ സി 85. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. ഓപ്ഷൻ ബി. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ബി 62. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏതാണ്? ഓപ്ഷൻ സി. 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളമുണ്ടായിരുന്നു? 7 ലിറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ഓപ്ഷൻ ബി 5, 4. 1 കിലോഗ്രാം ആപ്പിളിന് 180 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാണ്? 780 രൂപ. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആരാണ്? ഓപ്ഷൻ എ 63. 92. ഓപ്ഷൻ എ. 93. ഓപ്ഷൻ എ. 94. ഓപ്ഷൻ സി. 95. ഓപ്ഷൻ സി. 96. ഓപ്ഷൻ എ. 97. ഓപ്ഷൻ ഡി. 98. ഓപ്ഷൻ ഡി. 99. ഓപ്ഷൻ ബി. 100. ഓപ്ഷൻ ബി. ഡി കോഡാണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, താങ്ക് യു.